നിലയ്ക്കാത്ത സ്നേഹവും അടങ്ങാത്ത തീഷ്ണതയുമായി സുവിശേഷ സാക്ഷിയാവുക. ക്രിസ്തുവിൽ പ്രിയരെ, ജൂലൈ 22 തിരുസഭ മഗ്ദലന മറിയത്തിൻ്റെ തിരുനാളായിട്ടാണ് കൊണ്ടാടുന്നത്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം മഗ്ദലന മറിയത്തിൻ്റെ ജീവിതവുമായി വളരെ ആഴമായി ചേർന്ന് നിൽക്കുന്നതായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാം വായന തൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചിറങ്ങുന്ന മണവാട്ടിയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യാത്മാവിൻ്റെ അടങ്ങാത്ത ദാഹത്തെ സങ്കീർത്തകൻ പ്രകീർത്തിക്കുന്നു. സുവിശേഷത്തിലാകട്ടെ യേശുനാഥൻ്റെ കല്ലറ അന്വേഷിച്ച് അതിരാവിലെ പുറപ്പെടുന്ന മഗ്ദലന മറിയത്തെ നാം കണ്ടുമുട്ടുന്നു. നിലയ്ക്കാത്ത സ്നേഹവും അടങ്ങാത്ത തീഷ്ണതയുമായി സുവിശേഷ സാക്ഷിയായ യേശുവിനെ അന്വേഷിച്ച മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തോട് ഈ തിരുവചന ഭാഗങ്ങളെല്ലാം വളരെ ആഴമായി ചേർന്ന് നിൽക്കുന്നവയാണ്. സഭയിൽ സ്ത്രീകളുടെ സ്ഥാനത്തെപ്പറ്റിയും കടമകളെപ്പറ്റിയും നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നാം ആയിരിക്കുന്നത്. ഇവിടെ മഗ്ദലനയുടെ യേശു സ്നേഹവും യേശുവിനു വേണ്ടിയുള്ള അടങ്ങാത്ത തീഷ്ണതയും തീർത്തും വിചിന്തന വിഷയം തന്നെയാണ്. സുവിശേഷങ്ങളിൽ 3 യേശുവിനെ അനുഗമിക്കുന്ന മഗ്ദലന മറിയത്തെ പരച്ചു കാട്ടുന്നു. ഒന്നാമതായി ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകളുടെ പേരിൽ മഗ്ദലന മറിയത്തെയും നാം കാണുന്നു. രണ്ടാമതായി കുരിശിനു ചാരെ മഗ്ദലന മറിയവും ഉണ്ടായിരുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വചനം സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഈസ്റ്റർ പ്രഭാതത്തിൽ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോകുന്ന യേശുവിനെ കണ്ടുമുട്ടുന്ന മഗ്ദലന മറിയത്തെയും നാം കണ്ടുമുട്ടുന്നു. മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി മഗ്ദലന മറിയം കുരിശിനെയും ക്രൂശിതനെയും ശൂന്യമായ കല്ലറയെയും ദർശിച്ച് സുവിശേഷ സാക്ഷിയായി തീർന്നവളാണ്. വിശുദ്ധ തോമസ് അക്വിനോസ് മഗ്ദലന മറിയത്തെ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: ഒരു സ്ത്രീ ആദ്യ മനുഷ്യൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന സന്ദേശം അറിയിച്ചതുപോലെ ഈ സ്ത്രീ അപ്പോസ്തലന്മാരെ ജീവൻ്റെ വചനം അറിയിക്കുന്നു. തൻ്റെ ശിഷ്യന്മാരോട് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സദ്വാർത്ത അറിയിക്കാൻ യേശുവിൻ്റെ ഒരു ഉത്തമ സുവിശേഷകയായി അവൾ മാറുന്നു. മഹാനായ ഗ്രിഗറി പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്നു: മഗ്ദലന മറിയം സ്ഥിരോത്സാഹത്തോടെ തേടി ഒടുവിൽ അവിടുത്തെ കണ്ടെത്തി. കാലതാമസം അവളുടെ തീക്ഷ്ണതയെ വർദ്ധിപ്പിച്ചു. അത് അവൾ അന്വേഷിച്ചവനെ കണ്ടെത്താൻ അവളെ സഹായിച്ചു. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1988 പുറപ്പെടുവിച്ച മുലിയേറിസ് ദിനിത്താത്തെ സ്ത്രീയുടെ മഹത്വം എന്ന അപ്പോസ്തലിക ലേഖനം മഗ്ദലന മറിയത്തെ ഒരു യഥാർത്ഥ സുവിശേഷ പ്രഘോഷകയായി ചിത്രീകരിച്ചിരിക്കുന്നു. ക്രിസ്തീയ ഉപവിയുടെ അടിത്തറ കെട്ടിപ്പടുക്കാനും സുവിശേഷ ചൈതന്യം ജീവിക്കാനും പങ്കുവയ്ക്കുവാനും സ്ത്രീകൾക്ക് സവിശേഷമായ ശക്തിയുണ്ടെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ മറിയം മഗ്ദലനയുടെ പ്രോത്സാഹവും തീക്ഷ്ണതയും ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള അവളുടെ അഗാധമായ താല്പര്യവും നമ്മുടെ വിശ്വാസ ജീവിതത്തിനും വലിയ മാതൃകയാണ്. നിലയ്ക്കാത്ത സ്നേഹവും അടങ്ങാത്ത തീഷ്ണതയുമായി സുവിശേഷ സാക്ഷിയായി തീർന്ന മഗ്ദലന മറിയത്തെ പോലെ നമുക്കും ക്രിസ്തുവിനെ പിൻചെല്ലാം. ദൈവമേ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.